ഗ്രീറ്റിംഗ്സ് എവരി വൺ. ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്പറൻറ്റും ക്ലാസിക്കലുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, അപ്പം കോഗ്നിഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, തിങ്കിങ് എന്നാണ് അല്ലേ. എന്താണ് പറയുന്നത് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാർ ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ആക്സിഡൻ്റലി റീഇൻഫോഴ്സ്മെൻ്റിൻ്റെ ബേസിലാണോ കാർ ഓടിക്കുന്നത്? ആദ്യം ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചു, പിന്നെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തപ്പോൾ അറിയാതെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണോ? അല്ല, അവിടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പകരം നിങ്ങൾ നേരത്തെ ആസ് എ പാസഞ്ചർ കാറിൽ ഇരുന്നപ്പോൾ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും നിങ്ങൾ പഠിച്ചത് വെച്ചിട്ടും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വെച്ചിട്ടുമാണ് നിങ്ങൾ കാർ ഓടിക്കാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കാറിൽ കയറിയിരിക്കുന്നു, ഇഗ്നിഷൻ ബട്ടൺ ഓൺ ആക്കുന്നു, കീ ഇട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് കാറിനെ ഡ്രൈവിംഗ് മോഡിലാക്കിയിട്ട് ഗിയർ മാറ്റി മുമ്പോട്ട് പോകുന്നു. ഇതാണ് പ്രൊസീജിയർ. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കേസുകളിലും ലേണിംഗ് പറ്റില്ല, ഓപ്പറൻറ്റും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അല്ല എന്നുള്ളതാണ് കോഗ്നിറ്റീവ് അപ്രോച്ച് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, അവർ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലത്തെ കാറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിൾ പോലെ ചില കൈൻഡ്സ് ഓഫ് ലേണിംഗ് ഒക്കെ ഹയർ ഓർഡർ പ്രോസസ്സുകൾ വഴിയാണ് നടക്കുന്നത് അല്ലേ. ഹയർ ഓർഡർ പ്രോസസ്സ് എന്ന് പറയുമ്പം നമ്മുടെ തോട്ട്സ്, മെമ്മറീസൊക്കെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അക്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ഇത് ആക്ച്വലി ബാക്കിയുള്ള ലേണിംഗ് തിയറീസിനൊരു അടിയാണ്. ഓൺ ദ ബേസിസ് ദാറ്റ് അവിടെ ലേണിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ, തിങ്കിങ് നടക്കുന്നില്ല. അൺതിങ്കിങ് ആണ്, മെക്കാനിക്കലാണ്, ഓട്ടോമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനൊരു റോബോട്ട് പോലെ പ്രവർത്തിച്ച് വരിക എന്നുള്ള സംഭവം മാത്രമേ ഇതുവരെ പറഞ്ഞുള്ളൂ അല്ലേ. സ്റ്റിമുലയും റെസ്പോൺസും അതിനോടുള്ള റിയാക്ഷൻ, അതൊക്കെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിലും ഓപ്പറൻറ്റിലും പറയുന്നത്. അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് മാത്രമല്ല എന്നുള്ളത് തെളിയിക്കുകയും കൂടിയായിരുന്നു കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിസ്റ്റുകളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഹയർ ഓർഡർ പ്രോസസ് തോട്ട്സുകൾ, കോഗ്നിഷൻ ഒക്കെ അപ്രോച്ചിനെയാണ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അവർ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് അൺസീനായിട്ടുള്ള, കാണാൻ പറ്റാത്ത മെൻറ്റൽ പ്രോസസ്സുകളെയാണ്. ഓക്കെ, ലേണിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ നടക്കുന്നു, ഹയർ ഓർഡർ ഫങ്ഷനിങ് നടക്കുന്നു, മെൻറ്റൽ പ്രോസസ്സുകൾ. അന്ന് യു ഗൈസ് ഹാഡ് ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ, ലേണിംഗ് തിയറീസിൽ പറയുന്നത് നമ്മളെല്ലാവരും ആ ഒരു ബേസിലാണോ എന്നുള്ളത്, ലേണിംഗ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അതാണ് ഇവിടെ അതിൻ്റെ ഒരു ആൻസറായിട്ടാണ്. ഒരു അൺസീനായിട്ടുള്ള മെൻറ്റൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ സ്റ്റിമുലയും റെസ്പോൺസും റീഇൻഫോഴ്സ്മെൻറ്റും മാത്രമല്ല, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് മാത്രമല്ല ബിഹേവിയറിനെ മാറ്റുന്നതോ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നതോ മെൻറ്റൽ പ്രോസസ്സുകളിലും അതിനൊരു ഭാഗമാണ് എന്ന് പറഞ്ഞൊരു തിയറിയാണ്. ഓക്കെ, ഇത് ഹ്യൂമൻസിൻ്റെ കേസിൽ മാത്രമല്ല, ഈവൻ ലോവർ ഓർഡർ ആനിമൽസ് ആണെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റീഇൻഫോഴ്സറിന് റെസ്പോൺസസ് തരുന്നത്. ഓക്കെ, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അതൊന്നും ചർച്ച ചെയ്യാൻ നേരത്തെ തിയറിസ്റ്റുകൾക്ക് പറ്റിയില്ല. അപ്പം ഈ ഒരു ലേണിംഗ് രണ്ട് തരത്തിലുണ്ടെന്നാണ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി പറയുന്നത്. ഒന്ന് ലേറ്റൻറ്റ് ലേണിങ്ങും അതുപോലെ ഒബ്സർവേഷണൽ ലേണിങ്ങും. ഓക്കെ, ലേറ്റൻറ്റ് ലേണിങ്ങും ഒബ്സർവേഷണൽ ലേണിങ്ങും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ലേറ്റൻറ്റ് ലേണിംഗ് ആണ്. ഓക്കെ, ലേറ്റൻറ്റ് ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ലേണിംഗ് ഇൻ വിച്ച് എ ന്യൂ ബിഹേവിയർ ഇസ് അക്വയർഡ് ബട്ട് ഇസ് നോട്ട് ഡെമോൺസ്ട്രേറ്റഡ് അൺടിൽ സം ഇൻസെൻറ്റീവ് ഇസ് പ്രൊവൈഡഡ് ഫോർ ഡിസ്പ്ലേയിങ് ഇറ്റ്. അപ്പോൾ ലേറ്റൻറ്റ് ലേണിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അതുണ്ടാക്കിയ ആളെക്കുറിച്ച് പറയാം. എഡ്വേർഡ് ടോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഓഫ് ലേണിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ. ലേറ്റൻറ്റ് ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എഡ്വേർഡ് ടോൾമാൻ ആണ്. അപ്പം ഡ്യൂറിങ് ഹിസ് സ്റ്റഡി ടോൾമാൻ ഒരു കോൺസെപ്റ്റ് കൊണ്ടുപോകും, അങ്ങനെയല്ല, അതിനാണ് ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഡെഫിനേഷൻ പറഞ്ഞു. അപ്പം ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇതിൽ ബേസിക്കലി ഒരു മെയ്സ് ഉണ്ട്. മെയ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ബാലരമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ റിയൽ വേർഷൻ. ഓക്കെ, അപ്പം ഈ മെയ്സിൽ റാറ്റ്സിനെ ഇടും. റാറ്റ്സിനെ 3 ഗ്രൂപ്പായിട്ട് വിടും. അപ്പം 3 ഗ്രൂപ്പിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരെ മെയ്സിലിടും. അവർക്ക് അതുപോലെ ഫുഡും റിവാർഡും കൊടുക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, എപ്പോഴും ഫുഡ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫസ്റ്റ് ഗ്രൂപ്പ്.
സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് റിവാർഡ് കൊടുക്കത്തേയില്ല. കൺട്രോൾ ഗ്രൂപ്പ് എന്നാണ് അവരെ വിളിക്കുന്നത്. അവർ ഓരോ തവണ മെയ്സ് കംപ്ലീറ്റ് ചെയ്താലും അവർക്ക് റിവാർഡുകളൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ ബേസിക്കലി ഈ എക്സ്പെരിമെൻ്റ് നടക്കുന്നത് 17 ദിവസമാണ്. ഓരോ ദിവസം ഓരോ മണിക്കൂർ. അങ്ങനെ ഓരോ മണിക്കൂറിലും ഇവരെ ഓരോ ഗ്രൂപ്പിനെ ഇടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എൻ്റെ കേസിൽ അവരെ റാറ്റ്സിനെ ഇട്ട് കഴിഞ്ഞിട്ട് അവർക്ക് എപ്പോഴും ഇടയ്ക്ക് റിവാർഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ കേസിൽ അവരെ മെയ്സിലിടും, അവർക്ക് കൊടുക്കത്തേയില്ല, റിവാർഡുകളൊന്നും കൊടുക്കത്തില്ല. ഓക്കെ, അവർ കുറേ കഴിഞ്ഞിട്ടാണ് മെയ്സിൽ നിന്ന് വെളിയിലോട്ട് ചാടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം, ഇതിലേത് ഗ്രൂപ്പായിരിക്കും ആദ്യം മെയ്സ് ഫാസ്റ്ററായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇഫ് യു സെഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ദെൻ യു ആർ റൈറ്റ്. ഓക്കെ, ഒബ്വിയസ്ലി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം അവർക്കൊരു ഫുഡ് റിവാർഡ് കിട്ടി, അവർക്കൊരു ഇൻസെൻറ്റീവ് കിട്ടി. ഇൻസെൻറ്റീവ് എന്നാണ് ഇവിടെ ടോൾമൻ ഇതിനെ ടേം ചെയ്തിരിക്കുന്നത്. ഓക്കെ, റിവാർഡ് എന്നുള്ളതല്ല, ഇൻസെൻറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പം ഇവർക്കൊരു ഇൻസെൻറ്റീവ് കിട്ടി. ഓക്കെ, അപ്പം അത് ബേസ് ചെയ്തിട്ട് അവർ മെയ്സ് ഫാസ്റ്ററായിട്ട് മറ്റേ ഗ്രൂപ്പിൻ്റെ കാട്ടി ഫാസ്റ്ററായിട്ട് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് എളുപ്പം പുറത്തോട്ട് ഇറങ്ങും. ഒരു ടോൾമാൻ ഇവിടെ നിർത്തിയില്ല. ഓക്കെ, ടോൾമാൻ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പിനെയും കൊണ്ടുവന്നു, ഗ്രൂപ്പ് ഓഫ് റാറ്റ്സ്. ആൻഡ് അവരെയും ഇതിൽ കൂടെ മെയ്സിലൂടെ ഓടാൻ ചാടാനൊക്കെ വിട്ടു. 10 ദിവസം അവർക്ക് റിവാർഡൊന്നും കൊടുത്തില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം റാറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാൻഡറായിട്ട് നടന്നു. 1 മണിക്കൂർ ഫുള്ള് കിട്ടിയതും വാൻഡർ ചെയ്ത് നടന്നു. ഓക്കെ, അവർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവസാനം 11ാമത്തെ ദിവസം ടോൾമാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു. ഈ ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിന് ഫുഡ് റിവാർഡ് കൊടുത്തു 11ാമത്തെ ദിവസം മാത്രം. ഇപ്പം മെയ്സ് കംപ്ലീറ്റ് ചെയ്ത എലികൾക്ക് റിവാർഡ് കൊടുത്തു. ഇതിലേറ്റവും ഫാസിനേറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3ാമത്തെ ഗ്രൂപ്പിലെ എലികൾക്ക് ഒരു റിവാർഡ് കിട്ടിയപ്പം ഏറ്റവും പെട്ടെന്ന് മെയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റേത് ഗ്രൂപ്പിൻ്റെയും കാട്ടി ഏറ്റവും ക്വിക്ക്ലി മെയ്സ് കംപ്ലീറ്റ് ചെയ്തത് തേർഡ് ഗ്രൂപ്പാണ്. ഇതെന്തുകൊണ്ടാണ്? ഇത് ലേറ്റൻറ്റ് ലേണിംഗ് കാരണമാണ്. ഇതിലെ തേർഡ് ഗ്രൂപ്പിന് അവർ ആദ്യത്തെ ആ 10 ദിവസത്തിനുള്ളിൽ അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ ലേൺ ചെയ്തു എങ്ങനെയാണ് മെയ്സ് ഇരിക്കുന്നത്, ഇതിൽ കൂടെ നടന്നാലാണ് ഓടിയാലാണ് മെയ്സിൽ വഴിയൊക്കെ അവർ പഠിച്ചു വെച്ചു. ഓക്കെ, പക്ഷേ അതൊരു ആക്ഷനിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എപ്പോഴാണ്? ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു റിവാർഡ് കൊടുത്തപ്പോഴാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് വീട്ടിലൊരു ഡോഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഡോഗിനെ ട്രെയിൻ ചെയ്യുവാണ്. ഓക്കെ, കൊച്ചിലെ വാങ്ങി. പക്ഷേ ഈ ഡോഗ് ഒരാഴ്ചയായിട്ട് നിങ്ങളിങ്ങനെ പരിശ്രമിക്കുന്നുണ്ട്, വെർബലി സിറ്റ്, സ്റ്റാൻഡ്, ഫെച്ച് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കേൾക്കുന്നില്ല. 1 വീക്ക് കണ്ടിന്യൂസ്ലി നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യാൻ നോക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. നിങ്ങളൊരു രാത്രി ഫുഡൊക്കെ കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ബാക്കി വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു പട്ടിക്ക് കൊണ്ട് കൊടുക്കാമെന്ന്. അങ്ങനെ പട്ടിക്ക് കൊണ്ട് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നു. ആൻഡ് ഫുഡ് കൊടുക്കുന്നതിനൂടെ സിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം യു നോട്ടീസ് ദാറ്റ് ദ ഡോഗ് ഈസ് സിറ്റിംഗ്. ഇതുവരെ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ ഇരുന്നു. ഇതെന്തുകൊണ്ടാണ്? ലേറ്റൻറ്റ് ലേണിംഗ് കാരണമാണ്. എന്തുകൊണ്ടാണ് പട്ടി നേരത്തെ കേൾക്കാഞ്ഞത്? അതും ലേറ്റൻറ്റ് ലേണിംഗ് കൊണ്ടാണ്. അതായത് ഡോഗിന് ഓൾറെഡി നിങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹൗ ടു സിറ്റ് എന്നുള്ളതൊക്കെ ട്രെയിൻ ചെയ്തു. പക്ഷേ അത് പ്രാവർത്തികമായതല്ല, അപ്പാരൻ്റ് ആയത് ഒരു ഇൻസെൻറ്റീവ് കൊടുത്തപ്പോഴാണ്. ഓക്കെ, മറ്റൊരു ഡെയിലി ലൈഫ് എക്സാമ്പിളാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നിങ്ങളെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും വരാറുണ്ട്. ജോലിക്ക് പോകുന്നതിനിടയിൽ നിങ്ങളെയും ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരു ദിവസം അച്ഛനോ അമ്മയ്ക്കോ പനി വന്നു. അപ്പം ആൻഡ് നിങ്ങൾ വേറൊരു ഹെൽപ്പും കിട്ടാതെ നിങ്ങൾ സ്കൂളിലെത്തുവാണെങ്കിൽ അതിനെ ലേറ്റൻറ്റ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ബിക്കോസ് യു ലേൺ ഹൗ ടു ഗെറ്റ് ടു സ്കൂൾ ഓൺ യുവർ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങൾ ആസ് എ പാസഞ്ചർ അച്ഛൻ്റെ കൂടെ അല്ലെ അമ്മയുടെ കൂടെ ഇരുന്നപ്പോൾ നിങ്ങൾ കണ്ട ആ ടേൺസ്, വളവുകൾ, തിരിവുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും നിങ്ങളെ അവിടെ എത്താൻ. പക്ഷേ ഇത് അപ്പാരൻ്റ് ആയത്, ഇത് പ്രാവർത്തികമായത് എപ്പോഴാണ്? നിങ്ങൾ സ്വയമായി ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായി സ്കൂളിൽ പോയപ്പോഴാണ്. ഇതിൻ്റെ റിവാർഡെന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിലെത്തുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിങ്ങളൊരു മോളിൽ പോകുന്നു. അവിടെ ഒരു ചിക്കിങ്ങിൻ്റെ സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കുക.
അപ്പം നിങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, നിങ്ങൾ അതിന് മുമ്പ് മോളിൽ പോയിട്ടുണ്ട്, നിങ്ങൾ ചിക്കിങ്ങിൽ കയറിയിട്ടില്ലെന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാം ഏത് ഫ്ലോറിലാണ് എവിടെയാണെന്നുള്ളത്. ആൻഡ് നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ പോവുകയും ചെയ്യും. ഇതൊക്കെ ലാറ്റൻ്റ് ലേണിംഗ് കാരണമാണ്. യു ഓൾറെഡി നോ വെയർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ൊക്കെ ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകാൻ ഒരു ഇൻസെൻറ്റീവ് വേണം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ചിക്കിങ്ങിൽ പോകുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഇൻസെൻറ്റീവ്. അപ്പോൾ അത് തന്നെയാണ് ലേറ്റൻ്റ് ലേണിംഗ് പറയുന്നത്. ഒരു പുതിയ ബിഹേവിയർ ലേൺ ചെയ്തു, അക്വയർ ചെയ്തു. ഓക്കെ, പക്ഷെ അതിന് ഒരു ഇൻസെൻറ്റീവ് വേണമായിരുന്നു. അത് പ്രൂവ് ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ് ദിസ് മെയ്സ് ആൻഡ് റാറ്റ്സ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ടോൾമൻ ഇത് ചെയ്തു. പക്ഷേ ടോൾമൻ ഒരു പുതിയ ടെർമിനോളജിയും കൂടെ കോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട്. പുതിയ റാറ്റ് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് അതിനെയാണ് കോഗ്നിറ്റീവ് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് മെൻറ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലേ ഔട്ട് ഓഫ് വൺസ് എൻവയൺമെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഹെഡിൽ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ വീടുകളിലെ ഫ്രണ്ട് ഡോറിൽ നിന്ന് നിങ്ങളുടെ റൂമിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു എക്സസൈസ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഓക്കെ, ആ റോഡ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തലയ്ക്കകത്ത് തന്നെ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനെയാണ് നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് മാപ്പാണ്. ഓക്കെ, മെൻറ്റൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് മാപ്പാണ് യൂസ് ചെയ്തത്. നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു കോഗ്നിറ്റീവ് മാപ്പിൻ്റെ ആവശ്യം വരാറുണ്ട്. ഓക്കെ, യു ക്യാൻ ഓൾസോ റിലേറ്റ് ടു മെനി എക്സാമ്പിൾസ്. ടോൾമാൻ്റെ സൈൻ ലേണിംഗ് ആണ് ഇനിയും പറയാൻ പോകുന്നത്. ടോൾമാൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് കുറച്ചുകൂടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സുമായിട്ടാണ്, ദാൻ ലേണിംഗ് മാത്രമല്ലാതെ കോഗ്നിറ്റീവ് ആസ്പെക്ട്സുമായിട്ട്. അപ്പം ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ കോഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് ലേണിംഗ് എന്നാണ് പറയുന്നത്. സോ സൈൻ ലേണിംഗ് എന്ന് പറയുന്നത് 1930s ഉള്ളൊരു തിയറിയാണ് ടോൾമാൻ്റെ. ഇത് കോഗ്നിറ്റിവിസത്തിന് വേണ്ടി ഒരു ബ്രിഡ്ജുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ വേറെ പേരുകളിലും വിളിക്കാറുണ്ട്. പേർപ്പസീവ് ബിഹേവിയറിസം, കോഗ്നിറ്റീവ് ബിഹേവിയറിസം, സൈൻ ഗെസ്റ്റാൾട്ട് തിയറി, എക്സ്പെക്റ്റൻസി തിയറി എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ടോൾമാനെ സംബന്ധിച്ചിടത്തോളം അക്വിസിഷൻ ഓഫ് നോളജ് ത്രൂ മീനിങ് ബിഹേവിയർ. ഓക്കെ, നോളജിനെ ഗെയിൻ ചെയ്യുക ത്രൂ മീനിങ് ബിഹേവിയർ. ഓക്കെ, അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം സൈൻ ലേണിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 1930s ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് നമ്മൾ വെറുതെ ഒരു സ്റ്റിമുലൈനെ ബേസ് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഇട്ട പോലെ, സ്വിച്ച് ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്യുന്ന പോലെ റെസ്പോൺസുകളും റീഇൻഫോഴ്സ്മെൻറ്റും ബേസ് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്നതിലും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഇമ്പൾസസൊക്കെ ഒരു ടുഗെദറായിട്ട് വർക്ക് ചെയ്തിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്ത് നമ്മുടെ സെൻട്രൽ കൺട്രോൾ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു കോഗ്നിറ്റീവ് മാപ്പുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് മാപ്പ്. അപ്പം അതിലുമായിട്ട് അത് നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അതുമായിട്ട് ജോയിൻ ചെയ്ത് ഈ മാപ്പും അതിൻ്റെ എൻവയൺമെൻറ്റൽ റിലേഷൻഷിപ്പും അതിൻ്റെ പാത്തുകളും എല്ലാം കൂടെയുള്ളൊരു ഇൻ്റർ കണക്റ്റഡ് വർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്പോൺസസിനെ അല്ലെങ്കിൽ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് ഏതൊരു ആനിമലും അവസാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ബിഹേവിയറായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു സെൻട്രൽ കൺട്രോൾ റൂമുണ്ട്, അതിലോട്ട് നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും പോയിട്ട് നമുക്ക് ഏത് ഇമ്പൾസസ് ആണോ അവിടെ പോയിട്ട് നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട് റിലേഷൻസ് കണ്ടുപിടിച്ച് ഒരു കോഗ്നിറ്റീവ് മാപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അതാണ് സൈൻ ലേണിംഗ് പറയുന്നത്. ഓക്കെ, and the stimuli which are allowed in are not connected by just simple one-to-one switches to the outgoing response. Rather, the incoming impulses are usually worked over and elaborated in the central control room into a tentative cognitive-like map of environment. And it is this tentative map indicating routes and paths and environmental relationships which finally determines what responses, if any, animals will finally make. Okay, ഇതാണ് ടോൾമാൻ്റെ സൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം ടോൾമാനെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് ഒക്കർ ചെയ്യുന്നത് സൈൻ വെച്ചിട്ടായിരിക്കും. സയൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റിമുലൈ തന്നെയാണ്. ഓക്കെ, ഒരു ഗോളിലേക്ക് എത്തണമെങ്കിൽ സയൻസ് വേണം, അല്ലെങ്കിൽ സ്റ്റിമുലൈ ഉണ്ടാവണം. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഒരു ഗോൾ അല്ല ഒരു നോളജ് അക്വയറിങ് ആണ്. അതുപോലെ എന്തെങ്കിലും ഒരു മീനിങ് കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ബിഹേവിയർ ആണോ ചെയ്യുന്നത് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക. ഓർഗാനിസം ലേൺ ചെയ്യുന്നത് ബിഹേവിയറൽ റൂട്ടും അതിൻ്റെ റിലേഷനൊക്കെ വെച്ചിട്ടായിരിക്കും, ഒരു ബിഹേവിയറൽ പാറ്റേൺ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിന് റീഇൻഫോഴ്സ്മെൻ്റ് ആവശ്യമൊന്നുമില്ല, കാരണം ബിഹേവിയർ തന്നെ ഒരു മീനിങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരെണ്ണമാണ്. ഓക്കെ, മീനിങ് ബേസ് ചെയ്തിട്ടാണ് ബിഹേവിയർ തന്നെ പോകുന്നത്. അപ്പോൾ അതിനൊരു റീഇൻഫോഴ്സ്മെൻ്റ് പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ടോൾമൻ